Hello guys, welcome back to Fitness Malayalam. എൻ്റെ പേര് അജയ്. നമ്മളിന്ന് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പലരും എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചതാണ്. അതായത് നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മസിൽസിനൊക്കെ ഭയങ്കര വേദന ഉണ്ടാകുന്നു, പിന്നെ രാവിലെ എണീക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നു. അപ്പം എന്തുകൊണ്ടാണ്? ഇപ്പോൾ ബിഗിനേഴ്സിന് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഇല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ദെൻ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മസിൽസിനുണ്ടാകുന്ന സോർനെസ് അല്ലെങ്കിൽ പെയിൻ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ജിമ്മിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ബിഗിനർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓടി വരുന്നു, നമുക്ക് ഒരാഴ്ച കൊണ്ടില്ല ഒരു മാസം കൊണ്ട് നല്ല ഹെവി ബോഡി ഉണ്ടാക്കിയിട്ട് നമുക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ പോയിട്ട് നമുക്ക് സെറ്റപ്പായിട്ടൊക്കെ നടക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഒരു ബിഗിനർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഒരു ദിവസം കൊണ്ടോ ഇല്ല ഒരാഴ്ച കൊണ്ടോ ഇല്ല ഒരു മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ചിലപ്പോൾ നമുക്ക് ഈ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പം ബിഗിനർ എന്ത് ചെയ്യും? ഓടി വന്നിട്ട് ട്രെയിനർ പറയുന്നതെന്ന് കേൾക്കാം, അത് ഉള്ള വെയിറ്റ് എല്ലാം കൂടെ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഹെവി വെയിറ്റ്സ് ഒക്കെ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സിമ്പിൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മസിൽ ഫൈബേഴ്സ് കീറി ഉണ്ടാകുന്നത്. കീറി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, മസിൽസ് നമ്മൾ ഇപ്പോഴത്തെ കേസിൽ നമ്മുടെ മസിൽസ് എല്ലാം ഒരുമാതിരി കോൺട്രാക്ട് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ഒരു രീതിയിലുള്ള വർക്കൗട്ട് മസിൽസിന് കൊടുക്കാതിരിക്കുന്ന സമയത്ത് മസിൽ എപ്പോഴും ചുരുങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മസിൽസ് ഓരോ ഇപ്പോൾ നമ്മൾ ഡംബിൾ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലെഗ് പ്രസ് ചെയ്യുമ്പോൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചുരുങ്ങിയിരിക്കുന്ന കോൺട്രാക്ട് ചെയ്തിരിക്കുന്ന മസിൽസ് എലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. എലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഫൈബേഴ്സ് മസിൽ ഫൈബേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങും. ചെറിയ പീസുകളായിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അസ്ഥി ഒടിയുന്ന പോലെ അല്ലെങ്കിൽ ബോൺസ് ഒടിയുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. മസിൽ ഫൈബേഴ്സ് ഇങ്ങനെ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ എലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഉണ്ടാകുന്ന ക്രാക്ക്, ഇപ്പോൾ ഈ പൊട്ടലുകൾ ബ്രോക്കൺ ആവുന്ന പോർഷനുകളിൽ നമുക്ക് ഫിറ്റ്നസ് എക്സ്പേർട്സ് പറയുന്ന അവരുടെ റിസർച്ചിൽ കണ്ടുപിടിച്ച കാര്യം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റുകൾ ഈ ബ്രോക്കൺ ആയിട്ടുള്ള ഈ മുറിഞ്ഞു പോയ പാർട്സുകളിൽ ഈ 2 ജോയിൻറ്റിൻ്റെയും ഇടയ്ക്കായിട്ട് വന്ന് കാൽസ്യത്തിൻ്റെ ഫോർമേഷൻ ഉണ്ടാകും. ഈ ഫോർമേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മസിൽ ഫൈബേഴ്സിന് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ നമുക്ക് വർക്കൗട്ട് ചെയ്ത ഉടനെ ഇല്ലെങ്കിൽ ചെയ്തതിന് പിറ്റേ ദിവസമൊക്കെ വേദന അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ മസിൽ സോർനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് തരം മസിൽ സോർനെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നു, ഞാനിപ്പോൾ ഒരു 3 സെറ്റ്സ് അല്ലെങ്കിൽ 4 സെറ്റ്സാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു, ഓരോ വർക്കൗട്ടും ചെയ്ത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മസിൽസിൽ ഒരു ടൈറ്റ്നെസ്സോ ഒരു സോർനെസ്സോ ഒക്കെ തുടങ്ങും. അതായത് ഒരു ടെമ്പററി ആയിട്ടുള്ള വേദന തുടങ്ങും. പക്ഷേ അത് നമുക്കൊരു 2 മിനിറ്റ് 3 മിനിറ്റ് റെസ്റ്റ് കൊടുക്കില്ല, 1 മിനിറ്റൊക്കെ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ടെമ്പററി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സോർനെസ് ആണ്. പിന്നെ വേറൊരു ടൈപ്പ് കാറ്റഗറി വരുന്നുണ്ട്. നമുക്ക് ഇന്ന് വർക്കൗട്ട് ചെയ്ത് പോയതിന് ശേഷം വീട്ടിലൊരു ഇന്ന് രാവിലെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, ഒരു വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊരു പെയിൻ ഓരോ മസിൽ പോർഷനിലേക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്ത മസിൽ പോർഷനിൽ അത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു മാക്സിമം ഒരു 8 to 10 hours ഇടയ്ക്ക് ശേഷമാണ് നമുക്ക് ഇതുപോലുള്ള ടെമ്പററി ആയിട്ടുള്ള പിന്നീടൊരു സാധനം ഒരു നമുക്ക് രാവിലെ തോന്നിയത് പോലെ അല്ല, എന്നാൽ ഒരു കുറച്ച് നേരം കൂടുതൽ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു സോർനെസ് തോന്നാൻ തുടങ്ങും. പിന്നീട് നമുക്ക് ഇതൊന്നും അല്ലാതെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു 24 hours to 72 hours കഴിയുമ്പോൾ ഒരു പെയിൻ തുടങ്ങും. ഈ പെയിനാണ് എല്ലാവർക്കും വളരെ പ്രശ്നമായിട്ട് വരുന്നത്. അതായത് ചിലപ്പോൾ ഈ ഒരു പെയിൻ വരുന്ന സമയത്ത് ചിലർ ബിഗിനറായിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പോൾ അതോടുകൂടി ജിമ്മിൽ വരവ് നിർത്തും. ഇതൊന്നും നമുക്ക് പറ്റുന്ന പരിപാടിയല്ല, നമുക്ക് ഫിറ്റ്നസ് ഒന്നും വേണ്ട, ജിമ്മ് വേണ്ട, ഒരു പരിപാടിയും വേണ്ട, മനുഷ്യൻ അനങ്ങാൻ പോലും മേല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വരും. അതായത് മസിൽസൊക്കെ ഭയങ്കര വലിയ ഒരു ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങും, ഒരു സോർനെസ്. അതായത് ചിലർക്കത് സുഖമുള്ളൊരു വേദനയാണ്, എന്നാൽ അത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ ഇതുകൊണ്ട് മാത്രമായിട്ട് ജിമ്മ് നിർത്തുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അവരറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടൈം ഉണ്ട്, ഡോംസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഡിലൈഡ് ഓൺസെറ്റ് മസിൽ സോർനെസ്. ഇതൊരു ടെക്നിക്കൽ ടൈമാണ്. നമുക്ക് ഈ ടെക്നിക്കൽ ടൈമിൻ്റെ വളരെ ഹൈ എൻഡിലേക്കൊന്നും പോകണ്ട, കാരണം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഡോംസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള മസിൽ ഫൈബേഴ്സിനിടയ്ക്ക് കാൽസ്യത്തിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതാണ്
ഈ ഡോംസ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. അപ്പം ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ്, ബിഗിനേഴ്സിന് മാത്രമല്ല. നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ നോർമൽ പൊസിഷൻ നമ്മൾ ജിമ്മിലൊന്നും പോകാതിരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ മസിൽ ഫൈബേഴ്സ് എല്ലാം വളരെ ഇനാക്റ്റീവ് ആയിരിക്കും. ഈ ഇനാക്റ്റീവ് ആയിരിക്കുന്ന മസിൽ ഫൈബേഴ്സ് ആക്റ്റീവ് ആകാൻ തുടങ്ങുമ്പോഴാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻഡിക്കേഷനാണ് നമ്മുടെ മസിൽ ഫൈബേഴ്സിലെ മസിൽ ഗ്രൂപ്പുകൾ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതൊരു നല്ല ഇൻഡിക്കേഷൻ തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആരും അത് ഓർത്ത് പേടിക്കുകയും വേണ്ട. ഇതൊരു നല്ല ഇൻഡിക്കേഷനാണ് നമ്മുടെ മസിൽ ഗ്രൂപ്പുകൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ്. അപ്പോൾ നമുക്ക് ഓടുമ്പോഴാണെന്നുണ്ടെങ്കിലും ചാടുമ്പോഴോ അതുപോലെ തന്നെ സ്പോർട്സിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആണെങ്കിൽ പോലും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിന് അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ നമ്മൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇതൊരു വലിയ സംഭവമായിട്ട്. കാരണം ജിമ്മിൽ വരുമ്പോഴാണ് ഓരോ മസിൽ ഗ്രൂപ്പുകൾക്കും വേണ്ട രീതിയിലുള്ള വർക്കൗട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതൊരു വലിയ പ്രോബ്ലംസ് ഒന്നുമല്ല, ഇതാരും പേടിക്കേണ്ട കാര്യമില്ല. മസിൽ ഫൈബേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സിഗ്നലാണ്, ഒരു കാരണവശാലും പേടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാകുന്ന സോർനെസ്സിൻ്റെ അളവിനെ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതിൻ്റെ 2-3 ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ വലിയ വെയിറ്റുകളൊന്നും എടുത്തിട്ട് ചടപട വർക്കൗട്ട് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ മസിൽസിനും ഈ ഇത്രയും വർക്കൗട്ടുകൾ ഹെവി വെയിറ്റുകൾ എടുത്ത് വെച്ച് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഉള്ള ശേഷിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇതിലേക്ക് ആയിട്ടില്ല. എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ വെയിറ്റുകളിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഡംബൽസ് ആണെങ്കിലോ ബാർബൽസ് ആണെങ്കിലോ ബെഞ്ച് പ്രസ് ആണെന്നുണ്ടെങ്കിലോ ചെറിയ വെയിറ്റുകൾ കൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ മസിൽ ഗ്രൂപ്പുകൾക്ക് അതൊരു ഇൻഡിക്കേഷൻ കൊടുക്കുക, നമ്മൾ ഇന്ന പോലെ സാധനം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ രീതിയിൽ ഇതിനു വേണ്ടി തയ്യാറായിക്കോളൂ എന്നുള്ള രീതിയിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ചെറിയ വെയിറ്റുകൾ യൂസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മസിൽ ഗ്രൂപ്പുകൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം പതുക്കെ നമുക്ക് വെയിറ്റ് കൂട്ടി ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ വെയിറ്റുകൾ ഒരുപാട് എടുത്ത് വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ജിമ്മുകളിലൊന്നും ഉണ്ടാവില്ല, നല്ല കുറച്ച് വലിയ ജിമ്മുകളിലൊക്കെ ഉണ്ടാവും. വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് ബാത്തോ ഇല്ലെങ്കിൽ കോൾഡ് ഷവറോ ഹോട്ട് ഷവറോ നമുക്ക് ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തണുത്ത വെള്ളത്തിൽ ബോഡി കഴുകാൻ ശ്രമിക്കുക. ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാതിരിക്കുകയാണ്. തണുത്ത വെള്ളം നമുക്കൊരു നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമുക്ക് ഇതുപോലുള്ള സോർനെസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട്. പിന്നെ മൂന്നാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡിക്ക് മാക്സിമം റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ വർക്കൗട്ട് ചെയ്ത് രാവിലെ വന്നു വൈകുന്നേരം പിന്നെ വർക്കൗട്ട് ചെയ്തു, എക്സസൈസ് ക്രിക്കറ്റ് കളിക്കാൻ പോയി, ഫുട്ബോൾ കളിക്കാൻ പോയി, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സോർനെസ് പിന്നെയും കൂടുകയുള്ളൂ. അപ്പോൾ ഈ മൂന്നാമത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ബോഡിക്ക് ഒരു 7 to 8 hours നല്ല രീതിയിലുള്ള റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ഉറങ്ങുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ആക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളും ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ് ചെയ്യാതിരിക്കുക. ബോഡിക്ക് മാക്സിമം റെസ്റ്റ് കൊടുക്കുക. പർട്ടിക്കുലർലി നമുക്ക് ആ സോർനെസ് ഉള്ള ആ ബോഡി പോർഷൻ ഉപയോഗിച്ചുള്ള ഒരുപാട് ഹെവി വർക്കൗട്ടുകൾ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തൊരു ചെറിയ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഈ ഒരു ട്രെയിനർ പറയുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ അറിയാൻ മേലാത്ത മെഷീൻസും അതുപോലെ തന്നെ വർക്കൗട്ടുകളും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരാളുടെ പ്രോപ്പർ ഗൈഡൻസോട് കൂടി മാത്രം ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കിട്ടി എന്ന് ഞാൻ കരുതുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു കണ്ടന്റുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ ദെൻ.